ബിഗ് ക്രഞ്ച് എന്ന ഈ പ്രതിഭാസം എങ്ങനെയാണ് സംഭവിക്കുക എന്ന് വരെ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കിയിട്ടുണ്ട്. 7 മുതൽ 11 ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ പ്രപഞ്ചത്തിന്റെ വിപുലീകരണം മന്ദഗതിയിലാകും. ഇതിന്റെ ഫലമായി ഇപ്പോൾ അകന്നു നിൽക്കുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അടുക്കാൻ തുടങ്ങും. ഇങ്ങനെ സങ്കോചിച്ച് ഒടുവിൽ വളരെ ചൂടുള്ളതും സാന്ദ്രതയേറിയതുമായ ഒരു സിംഗുലാരിറ്റിയിലേക്ക് തിരികെ എത്തുമെന്നാണ് പറയുന്നത്. ബിഗ് ബാങ്ങിന് മുൻപുള്ള പ്രപഞ്ചം ഈ സ്ഥിതിയിലായിരുന്നു. സൂര്യൻ ഉരുകി ഒരു ചുവന്ന ഗോളമായി മാറും, ഗ്രഹങ്ങൾ പൊടിഞ്ഞ് ഇല്ലാതാകും. ഇങ്ങനെ ബിഗ് ക്രഞ്ചിനെ റിപ്പോർട്ടർ വിശദീകരിക്കുന്നുണ്ട്. ബിഗ് ക്രഞ്ച് എന്നത് ലോകാവസാനത്തിന്റെ ഒരു സാധ്യത മാത്രമായാണ് ശാസ്ത്രജ്ഞർ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ലോകത്തിന് ഒരു എൻ പോയിന്റ് ഉണ്ട്. നമ്മുടെ ജീവിതം പോലെ തന്നെ തുടക്കവും ഒടുക്കവും പ്രപഞ്ചത്തിന് ഉണ്ടാകുമെന്നാണ് ശാസ്ത്രജ്ഞൻ ഹെൻറി ടൈ പറയുന്നത്. പ്രപഞ്ചത്തിന്റെ മരണത്തീയതി എന്ന തലക്കെട്ടോട് ഈ റിപ്പോർട്ട് എക്സിലടക്കം ട്രെൻഡിംഗ് ആയിരുന്നു. ബിഗ് റിപ്പ്, ബിഗ് ഫ്രീസ്, ബിഗ് സ്ലർപ്പ് തുടങ്ങിയ തിയറികളും ഈ ചർച്ചകളിലുണ്ട്. പ്രപഞ്ചത്തിന്റെ വികാസം തുടർന്നാൽ ഒരു സമയത്ത് സ്പേസ് ടൈം ഫാബ്രിക് തന്നെ കീറി മുറിച്ചുകൊണ്ട് ഡാർക്ക് എനർജി കടന്നു പോകുമെന്നതാണ് ബിഗ് റിപ്പ് തിയറി. ഗാലക്സികൾ തമ്മിൽ അകന്നു പോകും, സൗരയൂഥങ്ങൾ വിഘടിക്കും, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ആറ്റങ്ങൾ അടക്കം ചിഹ്ന ഭിന്നമാകും എന്നീ പ്രവചനങ്ങൾ ഇതിന്റെ ഭാഗമാണ്. എല്ലാ നക്ഷത്രങ്ങളും കത്തിത്തീർന്ന് എല്ലാ ഊർജവും ഉപയോഗിച്ച് തീർന്ന് പ്രപഞ്ചം വളരെ തണുത്തതും ഇരുണ്ടതുമായ ഒരു ശൂന്യതയായി മാറുമെന്നതാണ് ബിഗ് ഫ്രീസ് തിയറി. ഇത് കേട്ടിട്ടുണ്ടാകുമല്ലേ? പക്ഷേ നിലവിലെ ഡാറ്റകളെല്ലാം ബിഗ് ക്രഞ്ച് തിയറിയെ അടിസ്ഥാനമാക്കിയാണ് വരുന്നത്.